കഥ ഗയ ജില്ലയുടെ വിജയനഗരത്തെക്കുറിച്ചുള്ള കഥയാണ്. അവിടെ ചില ആളുകൾ വലിയ ഭയങ്കരമായ വേതാളത്തിന്റെ ശില്പം ആ പഴയ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ ശില്പം ആളുകളെ പേടിപ്പിക്കുന്ന അത്ര വളരെ ക്രൂരമായിരുന്നു. കയറിന്റെ സഹായം കൊണ്ട് അത് കെട്ടി വലിച്ചുകൊണ്ട് ഏരിക്കരയിലേക്ക് കൊണ്ടുപോയി. ദാമാ, നിന്നെ കൈകോപ്പി വേണ്ടി കേൾക്കുന്നു. ദയവ് ചെയ്ത് ഈ ശില്പത്തിനെ അവമാനിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ. ഇത് നമ്മളുടെ ഗ്രാമം വിജയനഗരത്തിന്റെ രക്ഷകനാണ്. എന്ത്? ഇത് നമ്മളുടെ രക്ഷകനാണോ? ഇത് ടെക്നോളജി സമയമാണ് കൊച്ചച്ച. ഇനിയും എത്ര ദിവസം അന്ധവിശ്വാസത്തോടെ ഇരിക്കും? ഈ ശില്പത്തിനെ വെള്ളത്തിലിട്ടേക്ക്. ദാമയുടെ കയ്യിൽ നിന്നും ഓർഡർ കിട്ടിയതും അവന്റെ ആളുകൾ ആ ശില്പത്തെ ഏരിയിലേക്ക് ഇട്ടു. ആ ശില്പം പതുക്കെ പതുക്കെ ആ ഏരിയുടെ ആഴത്തിൽ ചെന്ന് മുങ്ങി. കൊട്ടാരത്തിൽ റിനോവേഷൻ ജോലി വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രോസ്, കുറച്ച് വേഗത്തിൽ പണി നോക്ക്. ഇനിയും 2 ദിവസത്തിൽ എന്റെ ഫ്രണ്ട് രഞ്ജിത്തിന്റെ കല്യാണമാണ്. ശരി ചേട്ടാ, മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ ക്ലയന്റ്. അവനെ ദേഷ്യപ്പെടാൻ ഞാൻ വിടില്ല. ആദ്യത്തെ ക്ലയന്റ് ആണ്, പക്ഷേ അവൻ എന്റെ ഫ്രണ്ടാണ്. നാളെ മുതൽ പണി പൂർത്തിയാവും സാറേ. അടുത്ത ദിവസം വൈകുന്നേരത്തിനകത്ത് ആ കൊട്ടാരത്തിന്റെ റിനോവേഷൻ പണി കഴിഞ്ഞു. ദാമു ആ പഴയ കൊട്ടാരത്തെ ഇപ്പോൾ ഹോട്ടലാക്കി മാറ്റി. ആ കൊട്ടാരത്തിന് മുകളിൽ ഒരു നെയിം ബോർഡ് ഉണ്ടായിരുന്നു, ചന്ദ്രകാന്ത് ഹോട്ടൽ. അവിടെ ആരോ ഉണ്ട്. വളരെ ദൂരെ നിന്ന് ചെടികൾക്കിടയിൽ നിന്ന് ഇവിടെ നടക്കുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ്. സമയം രാത്രിയായി. ചന്ദ്രകാന്ത് ഹോട്ടലിൽ ഇന്നൊരു കല്യാണമാണ്. അവിടെ ബോർഡും ഇട്ടിട്ടുണ്ട്, സീമ വെഡ്സ് രഞ്ജിത്ത്. കല്യാണത്തിന് വന്നവരൊക്കെ കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ വന്ന പ്രിയ വാഷ്റൂമിലേക്ക് ചെന്നത്. കൊട്ടുമേളത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുകയായിരുന്നു. പ്രിയ ചുവന്ന സാരി കെട്ടിക്കൊണ്ട് ചെറിയ വെളിച്ചമുള്ള പാതയിൽ കൂടി വാഷ്റൂമിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ലൈറ്റ്സ് ഒക്കെ മിന്നാൻ തുടങ്ങിയത്. പ്രിയ അതൊന്നും വലുതായി കൂട്ടാക്കിയില്ല. അവൾ വാഷ്റൂമിൽ ചെന്നെത്തി. അവൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവളുടെ മുഖം വളരെ പേടിച്ചതുപോലെ തോന്നി. ദൂരെ നിന്നും എന്തോ ഒരു പിറുപിറുക്കുന്ന ശബ്ദം കേട്ടു. അവൾ എല്ലാ വശത്തും ചുറ്റി നോക്കി. അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പൈപ്പിൽ നിന്നും വെള്ളം ഒഴുകുന്നു. പെട്ടെന്ന് ലൈറ്റ്സ് വളരെ വേഗത്തിൽ മിന്നാൻ തുടങ്ങി. കണ്ണാടിയിൽ ഒരു നിഴൽ കണ്ടു. പ്രിയ പേടിച്ച് പുറകിലോട്ട് ചെന്നു. ഭയങ്കരമായ പ്രേതങ്ങൾ, വിളറിയ മുഖം, കറുത്ത കണ്ണുകൾ പ്രിയയുടെ മുൻപിലായി പ്രത്യക്ഷപ്പെട്ടു. ആരാണത്? ആരാണത്? പ്രേതാത്മാക്കളോടൊപ്പം ചേർന്നത് കാരണം പ്രിയയുടെ ശബ്ദം ശാന്തമായി. പ്രേതാത്മാക്കളുടെ വിചിത്രമായ പിറുപിറുക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. പ്രേതം പ്രിയയുടെ അടുത്തേക്ക് വന്നു. അത് തന്റെ കൈകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. പ്രേതം അവളെ പൊക്കിയെടുത്തു. പ്രിയ അവിടെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പ്രിയ നിലവിളിക്കുന്നത് പോലെ ശബ്ദം വരുന്നുണ്ടല്ലോ. അതെ, വാഷ്റൂമിൽ നിന്ന് കേൾക്കുന്നു. വാ, ചെന്ന് നോക്കാം. അപ്പോഴാണ് അവരുടെ മേലിൽ മരിച്ച പ്രാവുകൾ മഴ പോലെ ഒഴുകാൻ തുടങ്ങിയത്. ചേട്ടാ, ഈ രാത്രി സമയത്ത് ചത്തുപോയ പ്രാവുകൾ എവിടെ നിന്നാണ് വരുന്നത്? ഇത് ഒരു അപശകുനമാണ്. അപ്പോഴാണ് ലൈറ്റൊക്കെ മിന്നാൻ തുടങ്ങിയത്. പിന്നെ പതുക്കെ പതുക്കെ ചന്ദ്രകാന്ത് കോട്ടയുടെ ലൈറ്റ്സ് എല്ലാം അണയാൻ തുടങ്ങി. ഇരുട്ടത്തെ പ്രേത ആത്മാക്കളുടെ ചുവന്ന കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. എല്ലാ വശത്തു നിന്നും സ്ത്രീകൾ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനു ശേഷം ലൈറ്റൊക്കെ കത്തി. എല്ലാരും നോക്കിയപ്പോൾ ആ ചന്ദ്രകാന്ത് കോട്ടയിൽ കല്യാണ പെണ്ണ് പിന്നെ സ്ത്രീകൾ മൊത്തമായി കാണാതായി. ആണുങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് എല്ലാരും പേടിച്ചുപോയി. സീമ, സീമ, ആരെങ്കിലും എന്റെ ഭാര്യനെ രക്ഷിക്കൂ. അവളിനെ പ്രേതം പൊക്കിക്കൊണ്ടു പോയിട്ടുണ്ട്. എന്താ ഇത്? ആ പ്രേതം ഒരു പെണ്ണിനെയും വിട്ടുവെക്കില്ലല്ലോ. എവിടെ കൂട്ടിക്കൊണ്ടുപോയത്? എല്ലാരും ടോർച്ച് എടുത്തുകൊണ്ട് സീമയെയും മറ്റുള്ള സ്ത്രീകളെയും തേടി പോകാൻ തുടങ്ങി. വലിയ കാട്, രാത്രി ഇരുട്ട്, അതിൽ ഇലകളുടെ അനക്കം ആ രാത്രിയെ കൂടുതൽ ഭയാനകമാക്കി. ഈ രാത്രി സമയത്ത് എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത്? ചേട്ടാ, കുറച്ച് പെൺകുട്ടികൾ ഈ വശത്ത് പോകുന്നത് നിങ്ങൾ കണ്ടോ? അതെ, കുറച്ച് സമയം മുൻപ് ഒരു 10-15 പെൺകുട്ടികൾ തലകുണഞ്ച് ശ്മശാനത്തിന്റെ അടുത്ത് പോയിട്ടുണ്ട്. ഇത് കേട്ടതും എല്ലാരും പേടിച്ചു പോയി. അവരെല്ലാരും തന്നെ ചെറിയ വെളിച്ചത്തിൽ ശ്മശാനത്തിലേക്ക് പോകാൻ തുടങ്ങി. അവർ ശ്മശാനത്ത് ചെന്നെത്തി.
അവിടെ കുറച്ച് ആളുകളുടെ ഡെഡ് ബോഡി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആരുമില്ല. പേടിച്ച് എല്ലാവരുടെ കാലുകളും വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദാമ കണ്ടത്, ആ ഇരുട്ടത്ത് ആരോ മരത്തിനു മുകളിൽ ഇരിക്കുകയാണ്. അവിടെ നോക്ക്, കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നു ആ മരത്തിന്റെ മുകളിൽ. എല്ലാരും അവരുടെ ടോർച്ച് ഉപയോഗിച്ച് നോക്കാനായി ശ്രമിച്ചു. പക്ഷേ നല്ല ഇരുട്ടായിരുന്നു. ടോർച്ചിന്റെ ആ വെളിച്ചം ആ മരം വരെ എത്തിയില്ല. ചെറിയ വെളിച്ചത്തിൽ ആ മരത്തിനു മുകളിൽ ഒരുപാട് കണ്ണുകൾ തിളങ്ങിക്കൊണ്ടിരുന്നു. മുകളിൽ ചില ആൾക്കാർ ഇരിക്കുന്നു. പക്ഷേ അവിടെ ആരാണ് പോകുന്നത്? ഞാൻ പോകുന്നു. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും. രഞ്ജിത്ത് വളരെ ധൈര്യത്തോടെ മരത്തിനു മുകളിൽ കയറി. അവന്റെ കാലുകൾ പേടിച്ചു വിറയ്ക്കുകയാണ്. അവൻ എത്ര മുകളിലേക്ക് പോകുന്നോ അവന് പതുക്കെ ശ്വാസം മുട്ടാൻ തുടങ്ങി. അവൻ മരത്തിന്റെ മുകളിൽ ചെന്നെത്തിയതും അവൻ അവിടെ നോക്കി. അവിടെ ഒരുപാട് കറുത്ത പൂച്ചകൾ ഇരിക്കുകയായിരുന്നു. അവരെല്ലാരും ഒന്നിച്ചു ചേർന്ന് രഞ്ജിത്തിന്റെ മുകളിലേക്ക് ചാടി വീണു. രഞ്ജിത്ത് മരത്തിൽ നിന്നും താഴേക്ക് വീണു. അവിടെ തന്നെ മരിച്ചുപോയി. ഇത് കണ്ടിട്ട് എല്ലാരും അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പ്രേതം, പ്രേതം. എല്ലാരും അവിടെ നിന്നും ഓടി ഓടി ആ ശ്മശാനത്തു നിന്നും ഗ്രാമത്തിൽ ചെന്നെത്തി. ഇത് എല്ലാവற்றிനും കാരണം ഈ ധാമയാണ്. ആ വേതാളത്തിന്റെ ശില്പത്തിനെ വെള്ളത്തിൽ കളയല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് ഏതും ഇവൻ കേട്ടില്ല. ആ ശില്പത്തിനെ നദിയിൽ തൂക്കി എറിഞ്ഞു. അതും അതിനെ അപമാനിച്ച്. ചേടാ, അത് നമ്മളുടെ ഗ്രാമത്തിന്റെ രക്ഷകനാണ്. ചേടാ, ഏത് രക്ഷകനാണ്? അവന്റെ കയ്യിൽ രക്ഷിക്കാൻ വേണ്ടി തുപ്പാക്കിയിരുന്നു. ആ ശില്പമൊന്നും രക്ഷകനല്ല. ശരിക്കുമുള്ള നിജം എന്താണെന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾ ആ ശില്പം കൊണ്ട് എന്റെ കൊട്ടാരത്തിന് വേണമെന്ന് വിചാരിച്ചു. ചേടാ, രണ്ടുപേരും വഴക്കിടല്ലേ? ആദ്യം ഒരു വിഷയം നോക്കോ. ഗ്രാമത്തിലുള്ള 10-15 പെൺകുട്ടികളെ കാണാതെ പോയി. അവരെല്ലാവരും എങ്ങനെ കണ്ടുപിടിക്കാനാ? ഇനി നാളെ രാവിലെ ചെന്ന് തേടാം. കാരണം രാത്രി സമയത്ത് തേടി തേടി ആ പ്രേതങ്ങൾ കൈ കൊണ്ട് തന്നെ നമ്മളും ചെത്തുപോവും. എല്ലാരും അവരവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ദാമയും അദ്ദേഹത്തിന്റെ ഭാര്യ സംശയും വീട്ടിൽ ഉറങ്ങുകയാണ്. അപ്പോഴാണ് ദാമ ശബ്ദത്തിൽ നിലവിളിച്ചത്. എന്റെ സംശയമേ, വിട്ടേക്ക്, വിട്ടേക്ക്. ഞാൻ ഇവിടെയാണുള്ളത്. എന്തു പറ്റി? ഞാനൊരു സ്വപ്നം കണ്ടു. ആരോ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോഴാണ് അവിടെയുള്ള മുറിയിൽ ആരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ടത്. ദാമ മുൻപിലുണ്ടായിരുന്ന അലമാരയിലെ കണ്ണാടി നോക്കി. അവൻ അതിൽ ഒരു പ്രേതത്തിനെ കണ്ടു. അതിന്റെ മുഖം തെളിച്ചയില്ലായിരുന്നു. അവിടെ നോക്ക്, പ്രേതം, പ്രേതം. അത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. സംശ, മറിഞ്ഞേക്ക്, മറിഞ്ഞേക്ക്. അപ്പോഴാണ് കണ്ണാടി പൊട്ടാൻ തുടങ്ങിയത്. അതിൽ നിന്നും പ്രേതം പുറത്തേക്ക് വന്നു. അത് സമീക്ഷയെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. സമീക്ഷ, സമീക്ഷ. ദാമു നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. പുറത്തു വന്ന് അവൻ നോക്കിയപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ടോർച്ചുമായി ആരെയോ തേടുകയാണ്. എന്റെ ഭാര്യ ഈ വശത്ത് പോകുന്നത് നിങ്ങൾ കണ്ടോ? ഞങ്ങൾ എല്ലാവരും അവരവരുടെ ഭാര്യകളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമത്തിലിരുന്ന പെൺകുട്ടികൾ എല്ലാവരും കാണാതെ പോയി. ഗ്രാമത്തിലുള്ള ആളുകൾ എല്ലാവരും അവരുടെ ഭാര്യ, മകൾ, മരുമകളെ തേടുകയാണ്. രാത്രി പകൽ മുഴുവനായി തേടി. ഗ്രാമം, കാട്, എല്ലാ സ്ഥലത്തും തേടി. തേടി തേടി 4 ദിവസങ്ങൾ കടന്നു. പക്ഷെ അവർക്ക് ഒരു പെണ്ണിനെ പോലും തിരികെ കിട്ടിയില്ല. സമയം രാത്രിയായി. അവരെല്ലാരും ഒരുപാട് ക്ഷീണിച്ച് കാട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ കണ്ടത്, ഗ്രാമത്തിലെ എല്ലാ പെണ്ണുങ്ങളും ഇരുട്ടത്ത് നിന്ന് വരികയായിരുന്നു. അതാ എന്റെ ഭാര്യ വന്നിട്ടുണ്ട്. അവിടെ നോക്ക്, എന്റെ മോളും വന്നിട്ടുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാരും അവരുടെ ഭാര്യ, മകൾ, മരുമകൾ തിരിച്ചു വന്നതോർത്ത് ഒരുപാട് സന്തോഷിച്ചു. എല്ലാരും അവരുടെ ഭാര്യ, മകൾ, മരുമകളെ വിളിച്ചുകൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് ചെന്നു. ദാമ അവന്റെ വീട്ടിലിരിക്കുകയായിരുന്നു. പിന്നെ അവന്റെ മുൻപിലായി അവന്റെ ഭാര്യ സമീക്ഷ തല കുനിച്ച് ഇരിക്കുകയാണ്. നീ വന്നത് മുതൽ എന്തിനാ ഏതോ സംസാരിക്കാത്തത്? ദാമ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും പറയാതെ സമീക്ഷ അവിടെ നിന്നും പോയി. അപ്പോഴാണ് ദാമ അവളുടെ കയ്യിൽ പിടിച്ചത്. ദാമ അവളുടെ കയ്യിൽ പിടിച്ചതും തന്നെ സമീക്ഷ നിവർന്നു നോക്കി. അവളുടെ കണ്ണുകൾ തലകീഴായിരുന്നു. ഇത് കണ്ടിട്ട് ദാമ ആകെ പേടിച്ചു പോയി. അപ്പോഴാണ് സമീക്ഷ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയത്. നിനക്ക് എന്താ പറ്റിയത് സമീക്ഷ? എനിക്ക് കഴിക്കാൻ മാംസം വേണം. പക്ഷേ നീ ഒരു വെജിറ്റേറിയൻ അല്ലേ? എനിക്കല്ല, എന്റെ കുഞ്ഞിന് മാംസം വേണം. കുഞ്ഞോ? നീ പ്രഗ്നന്റ് ആയിരിക്കുന്നോ? പക്ഷേ കുഞ്ഞിന് എന്തിനാ മാംസം?
ദാമ തന്റെ ഭാര്യയുടെ വിചിത്രമായ പ്രവൃത്തി കണ്ടിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ മാഡം, ആദ്യമായിട്ട് എന്റെ ഭാര്യനെ നോക്ക്. അവൾ വ്യത്യാസമായിട്ട് പ്രവർത്തിക്കുന്നു, രക്തവാന്തി എടുക്കുന്നു, പിന്നെ കുഞ്ഞിന് മാംസം വേണമെന്ന് പറയുന്നു. പക്ഷെ അവൾ പ്രഗ്നന്റ് ആയിട്ടില്ല. ഇത് നിങ്ങളുടെ ഭാര്യയുടെ മാത്രം പ്രശ്നമല്ല. നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിരിക്കുന്നു. അവർക്കും ഇതേ പ്രശ്നമാണ്. സോണോഗ്രാഫി ചെയ്യണം, യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ. ഡോക്ടർ ദാമുവിന്റെ ഭാര്യയ്ക്ക് സോണോഗ്രാഫി ചെയ്തു. അതിൽ അവർ നോക്കിയപ്പോൾ വയറിൽ കുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അതൊരു സാധാരണ കുഞ്ഞല്ല, ഒരു ദുഷ്ടശക്തിയുടെ കുഞ്ഞാണ്. മരണത്തിന്റെ ഒരു ദൂതുവൻ പോലെ കാണപ്പെടുന്നു. അതിന്റെ മുഖം കുഞ്ഞിന്റേത് പോലെയാണ്, പക്ഷെ കണ്ണ് കറുത്ത നിറത്തിലാണ്. ആ ചെറിയ വിരലുകളിൽ കൂർത്ത നഖങ്ങളുണ്ട്. ഇതൊരു സാധാരണ കുഞ്ഞല്ല, ഇതൊരു ദുഷ്ടശക്തിയുടെ കുഞ്ഞാണ്. എന്ത്? ഡോക്ടർ വിജയനഗരത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും സോണോഗ്രാഫി ചെയ്തു. ഏത് പെണ്ണുങ്ങളൊക്കെ കാണാതായോ അവരെല്ലാവരുടെ വയറ്റിലും ദുഷ്ടശക്തിയുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് കണ്ടു. അത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ആക്ച്വലി എല്ലാവരുടെ വയറ്റിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടശക്തി കുഞ്ഞാരാണ്? ആ ഗ്രാമം മൊത്തം ദുഷ്ടശക്തികൾ ആക്രമിക്കുമോ? വേതാളത്തിന്റെ ആ ശില്പത്തിന്റെ രഹസ്യം എന്താണ്? യഥാർത്ഥത്തിൽ ആ വേതാള ശില്പം എന്നത് ഗ്രാമത്തിന്റെ രക്ഷകനാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയാനായി ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കൂ. ദാമയുടെ അടുത്ത എപ്പിസോഡിൽ